ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സിനിമ പേടിപ്പെടുത്തുന്ന മാൻ ഹണ്ട് എന്ന ഹൊറർ മൂവിയാണ്. 2019 ഇറങ്ങിയ ഐറിഷ് മൂവിയായ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഇയാൻ ആഡം എന്ന സംവിധായകനാണ്. 27 വയസ്സുള്ള സംവിധായകൻ്റെ രണ്ടാമത്തെ സിനിമയാണ് ഈ ഐറിഷ് മൂവി. മനോഹരമായ പൈൻമരങ്ങളും കാറ്റാടിമരങ്ങളുമുള്ള ഒരു വനത്തിലാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇയാൻ ആഡം എന്ന സംവിധായകൻ ഇതിൽ ജോൺ എന്ന കഥാപാത്രത്തെയും കൂടാതെ അവതരിപ്പിച്ചിട്ടുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ അതിമാരകമായി പരിക്കേറ്റ ഒരു അമ്മയെയും കൊണ്ട് 10 വയസ്സുള്ള മകൻ ഓടി വരുന്നതാണ് രംഗം. പിന്നാലെ അവൻ്റെ അച്ഛൻ കത്തിയുമെടുത്ത് അമ്മയെ ആക്രമിക്കാൻ പിന്തുടരുന്നുണ്ടായിരുന്നു. തുടർന്ന് ആ സ്ത്രീ അവിടെ വീഴുകയും മകനോട് രക്ഷപ്പെടാൻ പറയുകയും എനിക്കിനി വയ്യ എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോഴേക്കും അവൻ്റെ അച്ഛൻ അമ്മയെ ആക്രമിക്കാനായി പിന്നാലെ വന്ന് അവിടെ വീണു. അമ്മ അവിടെ മരിച്ചു വീഴുന്നു. തുടർന്ന് ആ 10 വയസ്സുകാരൻ അമ്മയെ ക്രൂരമായി കൊന്ന അച്ഛനെ അവിടെ കിടക്കുന്ന ഒരു കരിങ്കല്ലെടുത്ത് തലക്കടിച്ച് കൊല്ലുന്നു. പിന്നെ സിനിമ കാണിക്കുന്നത് 20 വർഷത്തിന് ശേഷമാണ്. വെള്ളമടിച്ച് ഉറക്ക ഗുളികയൊക്കെ കുടിച്ച് ഒരു റൂമിൽ കിടന്നുറങ്ങുകയായിരുന്നു ടോമി. 20 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ കഥ. അപ്പോൾ അവിടെ അവൻ്റെ സുഹൃത്ത് ആഡം എത്തുന്നു. അവർ കോളേജിൽ 7 സുഹൃത്തുക്കളായിരുന്നു. അതിൽ എഡ്ഡി അവരുടെ ടീമിലെ സാറയെ കല്യാണം കഴിക്കുന്നു. അങ്ങനെ ഇന്ന് എഡ്ഡിയും സാറയും വീട്ടിലൊരു പാർട്ടി നടത്തുന്നുണ്ടെന്നും നമുക്ക് അങ്ങോട്ട് പോകാമെന്നും ആഡം ടോമിയോട് പറയും. ടോമി മദ്യത്തിനടിമയായിരുന്നു. അവർ തുടർന്ന് അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. അവരുടെ 7 ടീം അംഗങ്ങളിൽ ഒരാളായ എഡ്ഡി അവരെ സ്വീകരിക്കുന്നു. ആ 7-ൽ ഒരാളായിരുന്നു എഡ്ഡി. അവൻ അവരുടെ ടീമിലെ തന്നെ സാറയെ വിവാഹം ചെയ്യുന്നു. അപ്പോൾ അവിടെ മദ്യപാർട്ടി എന്ന് കരുതിയാണ് ഇവർ വരുന്നത്. പക്ഷെ അവരുടെ കുട്ടിയുടെ 5ാം പിറന്നാൾ പാർട്ടിയാണെന്ന് എഡ്ഡി പറയുന്നു. വീട്ടിനുള്ളിൽ കുറച്ച് മര്യാദക്ക് പെരുമാറണമെന്നും ബന്ധുക്കൾ എല്ലാവരും ഉണ്ടെന്നും പറയുന്നു. കയ്യിൽ മദ്യക്കുപ്പിയായിട്ടായിരുന്നു ടോമിയുടെ വരവ്. അവർ അവിടെ അവരുടെ മാതാപിതാക്കളോട് സംസാരിക്കുന്നു. അപ്പോഴും കയ്യിൽ മദ്യക്കുപ്പി ഉണ്ടായിരുന്നു ടോമിയുടെ. VW van? Yeah, like, you know. So you're gonna drive to Australia? അപ്പോഴേക്ക് അവരുടെ ഗ്രൂപ്പിലെ മിഷേൽ അവിടെ എത്തിയിരുന്നു. മിഷേൽ അവളുടെ ബോയ് ഫ്രണ്ടിനെയും കൂട്ടിയിട്ടായിരുന്നു അവിടെ എത്തിയത്. അവൾ ടോമിയോട് ഒരു ഫോട്ടോ എടുത്തു തരാനൊക്കെ പറയുന്നു. What is that? Look how small I look in that photo. അപ്പോൾ എഡ്ഡി അവിടെ തൻ്റെ കുട്ടിയെയും കൂട്ടി വരുന്നു. ഇത് ഷോൺ, എൻ്റെ കുട്ടി ഇവൻ്റെ 5ാം പിറന്നാളാണ് ഇന്ന് എഡ്ഡി പറയുന്നു. എന്തോ മൂഡ് ഔട്ടായ ടോമി ടോയ്ലറ്റ് എവിടെയെന്നും എനിക്ക് അങ്ങോട്ട് പോകണമെന്നും പറയുന്നു.
you get anything nice for your പൊതുവേ birthday, Sean? Come on, tell him about your ഏകനായി നിൽക്കാൻ താല്പര്യപ്പെടുന്നത് അവനാണ് ടോമി. big number 5 is getting a lot. അവൻ ടോയ്ലറ്റിൽ പോയിരുന്ന് എന്തൊക്കെ ആലോചിക്കുന്നു. Still on my medication. തുടർന്ന് കാണിക്കുന്നത് അവരുടെ ഗ്രൂപ്പിലെ ബാക്കി ടീമും ആഡമും സംസാരിച്ച് ഇരിക്കുന്നതാണ്. How are you? അപ്പോൾ അവിടെ ടോമി എത്തുന്നു. Alright. അവിടെ ജോണി ഉണ്ടായിരുന്നു. അവൻ അവരുടെ ടീമിലെ ഒരു ഹീറോ ആയിരുന്നു. വലിയ മദ്യപാനിയും കൂടിയാണ്. Christ, man, don't talk. ഈ സിനിമയുടെ സംവിധായകനാണ് Hell. I'm just wrecked, man. I'm fine. ജോണി. Well, I'm glad you came though. It's good to see everyone back together again and everything. പിന്നെ ഭാരി എന്ന കഥാപാത്രം, അതും ഇവരെ ഗ്രൂപ്പിലുള്ളതാണ്. അപ്പോൾ ജോണി പറയുന്നു, നീ സാറയോട് സംസാരിച്ചിനു. അപ്പോൾ ഈ സാറയും ടോമിയും പഴയ ലവേഴ്സായിരുന്നു. പക്ഷേ ടോമി You alright? അവളെ വിവാഹം ചെയ്തില്ല. Yeah, just slow. അവളെ കഴിച്ചത് എഡ്ഡിയായിരുന്നു. Hey. എഡ്ഡിക്കതറിയില്ലായിരുന്നു. Did I interrupt something? Oh, we were just saying we're going to bring Kevin up. തുടർന്ന് സാറ No, he's a nice guy. അവിടെ എത്തും. അവളുടെ മനസ്സിൽ ഇന്നും പ്രണയമുണ്ട്. പക്ഷേ ടോമി എപ്പോഴും ഒഴിഞ്ഞു മാറലാണ്. അപ്പോൾ അവൾ എന്നാന്ന് കഴിക്കാൻ വേണ്ടത് എന്തെങ്കിലും വേണോ ഇവിടെ എന്ന് ചോദിക്കും. Yeah, another bottle there. Look. കുടിച്ച മദ്യക്കുപ്പി ജോണി അവൾക്ക് കൊടുത്ത് ഇതൊന്ന് കൊണ്ട് ചാടും എന്ന് പറയും. Getting everywhere. Yeah, no, I'm sexually അവളെ അവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ആഴങ്ങളാണ് ഈ രംഗങ്ങളിൽ ചിത്രീകരിക്കുന്നത്. You're disgusting. got me, son. Does anyone അവൾക്ക് ടോമിയോട് സംസാരിക്കാൻ ഒരു മടിയുണ്ടായിരുന്നു. Tommy? Okay, well, if anyone wants anything else, just let me know, okay? Cool. Yeah, thanks, Sarah. Thank you, Sarah. തുടർന്ന് This is രാത്രിയായി. Lovely. അവിടെ Long way since knacker drinking. എഡ്ഡി സാറയുടെ ഭർത്താവ് എല്ലാവർക്കും വൈൻ വിളമ്പുന്നു. അവർ അവരുടെ വീട്ടുകാര്യങ്ങളും പഴയ കാര്യങ്ങളും ഒക്കെ സംസാരിച്ചിരിക്കുന്നു. ഭാര്യയും കൂട്ടിയിട്ടാണ് വന്നത്. അങ്ങനെ അവരുടെ പഴയ ഓർമ്മകളും Fine, I'll stay. എന്തൊക്കെയോ അവിടെ അയവിറക്കുന്നു. Have one of Barry's bottles. തുടർന്ന് എഡ്ഡി പറയുന്നു, ഇന്ന് എല്ലാവരും ഇവിടെ താമസിച്ചാൽ മതിയെന്ന്. അപ്പോൾ അവർ പുറത്തു പോകണമെന്ന് പറഞ്ഞാൽ എഡ്ഡി എല്ലാവരോടും വൈൻ കുടിക്കാൻ പറയുകയും ഇന്ന് ഇവിടെ ഇറങ്ങി നാളെ പോകാമെന്ന് പറയുകയും ചെയ്യുന്നു. നേരം വൈകി അതുകൊണ്ട്. തുടർന്ന് ഉറക്കം വരാതെ ടോമി മദ്യപിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ സാറ വരുന്നു. സാറ വന്നപ്പോൾ ടോമി തീരെ ഇഷ്ടപ്പെടുന്നില്ല. ടോമി പറയുന്നു, എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. നീ എന്തിനിപ്പോൾ ഇവിടെ വന്നിനി? എല്ലാവരും ഉറങ്ങുമ്പോൾ. അവൻ അവളെ മനഃപൂർവ്വം ഒഴിവാക്കുന്നു. അവരുടെ ഇടയിൽ പണ്ടുകാലം പ്രണയമുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ടായിരുന്നു. I really thought by now you would have changed. But I haven't. തുടർന്ന് എല്ലാവരും ഉറങ്ങി. നേരം പുലരുമ്പോൾ ടോമി എണീക്കുന്നത് ഒരു വനത്തിൽ. അവൻ ഉറങ്ങി എണീക്കുമ്പോൾ പൈൻ മരങ്ങളും കാറ്റാടികളും നിറഞ്ഞ ഒരു വനത്തിന് നടുവിലായിരുന്നു അവൻ ഉറക്കം ഞെട്ടിയത്. അവൻ ഇന്നലത്തെ സംഭവങ്ങൾ ആലോചിക്കുന്നു. മദ്യപിച്ചിട്ട് വീട്ടിൽ കിടന്നതല്ലേ, എങ്ങനെ ഇവിടെ എത്തി എന്നൊക്കെ ആലോചിച്ച് അവൻ മറ്റുള്ളവരെ തേടുന്നു. കുറച്ച് അവൻ എല്ലാവരെയും പേരും വിളിച്ച് നടന്നു. അപ്പോഴാണ് അവിടെ ഇപ്പോഴും മയക്കത്തിൽ തന്നെ കിടക്കുന്ന ആഡമിനെ കാണുന്നത്. അവൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് ആഡം. അവൻ അപ്പോഴും പാതി മയക്കത്തിലായിരുന്നു. ഉറക്കം ഞെട്ടിയപ്പോഴാണ് ആഡം
സംഭവം മനസ്സിലാവുന്നു. അവൻ എവിടെയാണ് എത്തിയിരിക്കുന്നത്, ഇതെങ്ങനെ സംഭവിച്ചു? Adam! Wake up! Adam! ആഡം അപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു. Did you hit me, man? Yeah, I hit you. What's going on, Adam? Why did you hit me? തുടർന്ന് അവർ കാണുന്നത് ഒരു ബ്ലാക്ക് ഷർട്ട് ധരിച്ച് മുഖം മൂടി ഇട്ട ഒരാളെയാണ്. അവർ അയാളെ വിളിക്കുന്നു. തിരിഞ്ഞു നോക്കുന്ന അയാൾ ഒരു വശത്തേക്ക് കൈ ചൂണ്ടിക്കാണിക്കുന്നു, ഒന്നും സംസാരിക്കാതെ. Are you fucking deaf? അവർ ആ വശത്തേക്ക് നോക്കുമ്പോൾ അവരുടെ സുഹൃത്തായ ജോണി ഒരു മരക്കൊമ്പിൽ കെട്ടിത്തൂങ്ങിയ നിലയിലായിരുന്നു. അവർ അവിടേക്ക് ഓടി. അപ്പോൾ ആ കറുത്ത ഷർട്ട് ധരിച്ച ആൾ നടന്നകന്നു. അവർ വേഗം പോയി കയർ ഊരാൻ ശ്രമിക്കുമ്പോൾ മിഷേൽ ഉറങ്ങി എണീറ്റ് അവിടെ എത്തിയിരുന്നു. ആ കയറും മുഴുവൻ ഓയിൽ പുരട്ടിയിരുന്നു. അത് ഊരാൻ കഴിയുന്നില്ല. മിഷേലിനെ തിരിച്ചു പിടിക്കാൻ പറഞ്ഞു. അവളെ കാണിക്കരുത്, ജോണിയെ തൂങ്ങി നിൽക്കുന്നത് കാണിക്കരുത് എന്ന് പറയുന്നു ടോമി. അപ്പോൾ ആഡം പറയുന്നു, അവൻ മരിച്ചു, ഇനി അത് കയറൂരാൻ നിൽക്കണ്ട, നമുക്ക് പോകാമെന്ന്. അപ്പോൾ ടോമിക്ക് നേരെ അത് ഇഷ്ടപ്പെട്ടില്ല. ഇവനെ എങ്ങനെ ഇവിടെ കളഞ്ഞിട്ട് പോകും? പക്ഷെ ആഡം എങ്ങനെയെങ്കിലും അവിടുന്ന് ഊരാനുള്ള പരിപാടിയിലായിരുന്നു. അപ്പോൾ വേറൊരിടത്ത് ഇതേപോലെ തന്നെ ഭാര്യ ഉറക്കമുണർന്ന് നടന്നപ്പോഴാണ് സാറ കിടക്കുന്നത് കാണുന്നത്. ഭാര്യ സാറയെ വിളിച്ചുണർത്തി. സാറ ആകെ ഞെട്ടിപ്പോയി. എന്താണ് സംഭവിക്കുന്നത്? സുഹൃത്തുക്കൾ പറ്റിച്ചതാണോ അതോ? ഭാര്യ എത്ര പറഞ്ഞിട്ട് അവൾക്ക് വിശ്വാസമായില്ല. എവിടെ എൻ്റെ ഭർത്താവ്, എവിടെ എൻ്റെ മകൻ എന്നാണ് സാറ ചോദിക്കുന്നത്. ഭാര്യ പറഞ്ഞു, ഞാനും ഉറങ്ങിയതാണ്, എണീറ്റത് ഇവിടെയാണ്, ബാക്കിയുള്ളവരെവിടെയെന്ന് എനിക്കറിയില്ല എന്ന്. മൊത്തം ഒരു ദുരൂഹമായിരിക്കുകയാണ് സംഭവങ്ങൾ. ആരോ അവരെ ഹണ്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ആരോ. തുടർന്ന് ഭാര്യ ബാക്കിയുള്ളവരെ നോക്കി നടന്നു. സാറ അവിടെ ഇരുന്നു ക്ഷീണം കൊണ്ട്. എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ടായിരുന്നു. എന്നാൽ കുടിച്ചിനെന്ന് പറയാൻ കഴിയില്ല. രാത്രി പെട്ടെന്ന് ഭാര്യ സൂക്ഷിച്ചു നോക്കുമ്പോൾ ആ കറുത്ത ഷർട്ട് ധരിച്ച് മുഖം മൂടിയിട്ട ആൾ അവനെ നോക്കി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മറ്റുള്ളവർ നടന്ന് വരികയാണ്. അപ്പോൾ മിഷേൽ ആകെ ക്ഷീണിച്ചു. അവൾ പറയുന്നു, കുറച്ച് വെള്ളം വേണം. ടോമി ആകെ ചൂടായി. ബാക്കിയുള്ളവരെ എവിടെയാണ് ഉള്ളത് എന്ന് പരിശോധിച്ച് നിൽക്കുമ്പോൾ എല്ലാവർക്കും ദാഹമുണ്ട്. ഉടനടി ബാക്കിയുള്ളവരെ തേടിപ്പിടിക്കണം, എന്നിട്ടൊക്കെ വെള്ളം കുടിക്കാം എന്ന് പറയും. Do you want a drink with piss? Is that what you want? We all need water, not just her. Now get up. I'm not getting up until I get... അതിനിടെ മിഷേൽ ഒരു ടെൻറ്റ് കാണുന്നു.
അവൾ അവിടെ ഒളിഞ്ഞു നോക്കുമ്പോൾ, അല്ല സാറ ഒരു ടെൻറ്റ് കാണുന്നു. അവിടെ നോക്കുമ്പോൾ അവിടെ ഒരു തീ കൂട്ടിയിട്ടുണ്ട്. അവിടെ ഒരു കത്തിയും അതിനടുത്ത് ആ മുഖം മൂടിയിട്ട ആളും ഇരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് അവൾ അത് കണ്ടത്. അവിടെ ഭാര്യ കിടക്കുന്നുണ്ടായിരുന്നു, അവളുടെ സുഹൃത്ത്, ബോധമില്ലാതെ. അപ്പോൾ അവിടെ ഉണ്ടായ ഒരു മൊബൈൽ റിങ് ചെയ്തു. അയാൾ ആ ഫോൺ എടുത്ത് സ്വിച്ച് ഓഫ് ആക്കി വെച്ചു. തുടർന്ന് അയാൾ അവളുടെ ഭാഗത്തേക്ക് നടന്നു. അവൾ പേടിച്ചരണ്ട് ഒരു മരത്തിന് ഒളിച്ചു നിന്നു. ഭാഗ്യത്തിന് അവൾ അവിടുന്ന് രക്ഷപ്പെട്ട് ഓടുമ്പോൾ ആരെയോ കൂട്ടിയിടിച്ച് വീഴുന്നു. നോക്കുമ്പോൾ മറ്റേ 3 പേരും അവിടെ എത്തി. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്കാർക്കും മനസ്സിലായില്ല. സാറ പറഞ്ഞു അവിടെ ഒരു ടെൻ്റ് ഉണ്ടെന്നും അവിടെ ഒരു ബ്ലാക്ക് ഷർട്ട് മുഖംമൂടിയിട്ട ഒരാൾ ഉണ്ടെന്നും അവിടെ മൊബൈലുണ്ട്, നമുക്ക് ആരെങ്കിലും വിളിക്കാം ആ മൊബൈൽ എടുത്തിട്ട് എന്ന് സാറ പറയുന്നു. തുടർന്ന് അവർ ആ മൊബൈൽ എടുക്കാനായി പോകുന്നു. ആ കില്ലർ അങ്ങോട്ടേക്ക് നടന്നുപോയി. സാറേ സാവധാനം ആ ടെൻറ്റിനരികിലേക്ക് പോയി മൊബൈൽ കൈവശമെടുത്തു. അപ്പോഴാണ് ടെൻറ്റിനുള്ളിൽ ഒരാൾ അനങ്ങുന്നത് കണ്ടത്. ഉടനെ അവരെല്ലാവരും ഓടി പല വഴിക്ക്. അപ്പോഴാണ് സാറ അത് കണ്ടത്. ഭാര്യയുടെ കഴുത്തിന് കത്തിയുമായി ആ കില്ലർ. ഭാര്യ അവസാനം പറഞ്ഞത് ഓടിക്കോളൂ സാറ എന്നാണ്. സാറ ഓടി, പിന്നാലെ ആ കില്ലറും ഉണ്ടായിരുന്നു. അവസാനം സാറ ഒരുവിധം ഒളിച്ചു നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ അവളുടെ കയ്യിൽ നിന്ന് ആ മൊബൈൽ വീണുപോയിരുന്നു. ഭാര്യയുടെ ജീവൻ അവിടെ തീർന്നു. അവളാകെ അങ്കലാപ്പിലായി. തിരിച്ച് ബാക്കിയുള്ളവരെ തേടി അലഞ്ഞു. ഇതിനിടെ ആഡമും മിഷേലും വേറൊരു വഴിയിലായിരുന്നു. മിഷേൽ ബാക്കിയുള്ളവരെ തേടാൻ പറയുമ്പോൾ സ്വന്തം കാര്യം നോക്കുന്ന ആഡം പറയുന്നു, നമുക്ക് ഒരു മരത്തിൻ്റെ മേലെ കയറി ഇരിക്കാം, ശബ്ദമുണ്ടാകരുത്, നമ്മുടെ തടി നോക്കാമെന്ന് പറയുന്നു. തുടർന്ന് ഒരു മരത്തിൻ്റെ മേലെ അവർ രണ്ടാളും കയറും. മരത്തിൻ്റെ മേലയിൽ നിന്നും മിഷേൽ പെട്ടെന്ന് താഴേക്ക് വീഴുന്നു. ആഡമിനോട് രക്ഷിക്കാൻ പറയുന്നു. അവളുടെ കാലിന് എന്തോ തറച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആഡം ശബ്ദമുണ്ടാക്കല്ല എന്ന് പറഞ്ഞ് അവൻ്റെ തടി സേഫാക്കാൻ നോക്കുന്നു. അവൾ ഉച്ചത്തിൽ നിലവിളിക്കുന്നു. അവിടെ ആ കില്ലർ എത്തുന്നു. അവളെ തലങ്ങും വിലങ്ങും കത്തിയെടുത്ത് കുത്തുന്നു.
ആടം മിണ്ടാതെ മേലെ ഇരിക്കുകയാണ്. അവൻ വിചാരിച്ചു അവനെ കണ്ടില്ലെന്ന്. പക്ഷേ പിന്നെ ആ കില്ലർ അവനെ നോക്കി കത്തി ചൂണ്ടിക്കാണിച്ചു. പിന്നെ അയാൾ നടന്നുപോയി. മിഷേൽ അവിടെ തീർന്നിരുന്നു. അവിടെ നിന്ന് മരത്തിൽ നിന്ന് കീഞ്ഞു നടക്കുന്ന ആടം കാണുന്നത് സാറയാണ്. സാറ പറഞ്ഞു, ഇപ്പോൾ ഇവിടെ മിഷേൽ നിലവിളിക്കുന്ന ശബ്ദം കേട്ടിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന്. ആടം ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നു. ശബ്ദമുണ്ടാക്കരുത് എന്നും പറയുന്നു. പിന്നീട് സാറ പറയുന്നു, നീ ഒരാണാണോ? നിന്നെ നോക്കി മിഷേൽ സഹായത്തിന് അഭ്യർത്ഥിക്കുന്ന ഞാൻ കണ്ടിനി. നീ എത്ര ക്രൂരനാണ്, സ്വന്തം കാര്യം നോക്കുന്നു. തുടർന്ന് അവർ രണ്ടും അവിടെ വഴക്കാവും. അപ്പോൾ അവൾ പറയും, നീ കള്ളനാണ്. അപ്പോൾ അവൻ പറയും, നീയാണ് നിന്റെ ഭർത്താവിനെ പറ്റിക്കുന്നത് എന്ന്, നീയാണ് ലോക കള്ളി എന്നും പറയുന്നു ആടം. അപ്പോഴേക്കും അവിടേക്ക് ആ കില്ലർ ഓടി വരും. സാറയെ പിടിച്ച് കഴുത്തിന് പിടിച്ച് പൊന്തിക്കുന്നു. അവൾ ശ്വാസം മുട്ടി പിടയുന്നു. ആടം അയാളെ തള്ളി താഴെയിടുന്നു. പിന്നീട് അയാളെ മുകളിൽ കയറി നിന്ന് അയാളെ ആക്രമിക്കുന്നു. പിന്നീട് അവിടെ ഘോര സംഘട്ടനമായിരുന്നു. സാറ അയാളെ മുകളിലേക്ക് ചാടി വീണു. ആടവിനെ രക്ഷിച്ചു. പക്ഷേ അയാൾ കരുത്തനായി. തുടർന്ന് കത്തിയെടുത്ത് സാറയുടെ തുടയിൽ കുത്തി. ഇതിനോട് അവൻ്റെ കൈപിടിച്ച ആടവിനെ അവൻ വയറ്റിലേക്ക് ആഞ്ഞു കുത്തി. ആടം ഒരുവിധം വീണെടുത്തു നിന്നും എണീറ്റ് നിൽക്കുമ്പോൾ അവനെ ചവിട്ടി താഴേക്കിട്ടു ആ കില്ലർ. തുടർന്ന് അയാൾ സാറയുടെ മുടി കുത്തിന് പിടിച്ച് വലിച്ച് കൊണ്ടുപോയി. ഇതിനിടെ അവിടെ എത്തുന്ന ടോമി കാണുന്നത് കുത്തേറ്റ് മരിക്കാനായി കിടക്കുന്ന ആടമിനെയായിരുന്നു. അവൻ അവസാന ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ക്രുദ്ധനായ ടോമി ആ ടെൻറ്റിനടുത്തേക്ക് ഓടി. അവൻ ടെൻറ്റിൻ്റെ മുന്നിൽ പോയി, ധൈര്യമുണ്ടെങ്കിൽ പുറത്തു വാ എന്ന് ആ കില്ലറെ ഉച്ചത്തിൽ വിളിച്ചു. അതിൽ നിന്നും വന്ന ആളെ കണ്ട് അവൻ ഞെട്ടി. അത് സാറയുടെ കുട്ടിയായിരുന്നു, എഡിയുടെയും സാറയുടെയും കുട്ടി സ്വാൻ. അവനൊന്നും അറിയാതെ അവൻ്റെ ചെവിട്ടിൽ ഇയർഫോൺ കുത്തിയിരുന്നു. അവിടെ നടക്കുന്നതൊന്നും ആ കുട്ടി അറിയില്ലായിരുന്നു. അപ്പോഴവിടെ അമുഖം മൂടിധാരി എത്തി.
ആ കുട്ടിയെ പിടിച്ചു നിന്നു. ടോമി ഞെട്ടിപ്പോയി. അത് എഡ്ഡിയായിരുന്നു, മുഖം മൂടിയതായി. Did you say hi, Sean? എഡ്ഡിയായിരുന്നു, അവരുടെ സുഹൃത്തായ എഡ്ഡിയെ തന്നെയായിരുന്നു അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് കാര്യമെന്നറിയാതെ ടോമി ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. What? The wine. അവൻ പറഞ്ഞു, വൈനിൽ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും മയക്ക് ഗുളിക ഒഴിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് ടോമിയെ അയാൾ പിന്നാലെ വരാൻ ക്ഷണിച്ചു. അവൻ്റെ കണ്ണുകളിൽ പൈശാചികത നിറഞ്ഞിരുന്നു. പിന്നെ ടോമി കാണുന്നത് സാറയുടെ സ്വന്തം ഭാര്യയുടെ കഴുത്തിന് കത്തിവെച്ച് നിൽക്കുന്ന എഡ്ഡിയെയാണ്. എഡ്ഡി സാവധാനം സാറയോട് പറഞ്ഞു, നിന്റെ കുട്ടി ആരുടേതാണ്? സത്യം പറ. പിന്നെ എഡ്ഡി ഒരു കഥ പറയുന്നു. അവളുടെ വയറ്റിൽ 1-ാം മാസം ആയപ്പോൾ, കല്യാണം കഴിഞ്ഞിട്ട് വയറ്റിൽ 1-ാം മാസം ആയപ്പോൾ അവൾക്ക് ഒരു സമ്മാനവുമായി വരുന്ന ഭർത്താവായ എഡ്ഡി കേൾക്കുന്നത്, ഈ 7 പേരിൽ ഒരാളായ മിഷേലിനോട് അവൾ ഒരു സംഭവം പറയുന്നതാണ്. എൻ്റെ വയറ്റിലിരിക്കുന്ന കുട്ടി ടോമിയോട് പറഞ്ഞിനി, പക്ഷെ അവൻ ആൽക്കഹോളിന് അടിമയായതുകൊണ്ട് അവനാണ് എഡ്ഡിയെ വിവാഹം ചെയ്യാൻ പറഞ്ഞത്. ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന്. അപ്പോൾ മിഷേൽ പറയുന്നു, ടോമി വലിയ കുടിയനാണ്, അവൻ്റെ പരം പോകണ്ട, നിനക്ക് നല്ല എഡ്ഡി തന്നെയാണെന്ന്. അങ്ങനെയാണ് എഡ്ഡിയോട് ഈ സംഭവം മറച്ചു വെക്കുന്നത്. എഡ്ഡി ടോമിയോട് പറയുന്നു, നീ എന്തുകൊണ്ട് അവളെ എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു എന്ന്. ടോമി കരഞ്ഞുകൊണ്ട് കാലിന് വീണു. എനിക്കെല്ലാം അറിയാമായിരുന്നു, തെറ്റുപറ്റിപ്പോയി. 18-ാം വയസ്സിൽ നടന്ന ഒരു അബദ്ധം. കാരണം ഞാൻ ഒരു ആൽക്കഹോളിക്കാണ്. എൻ്റെ കയ്യിൽ ആ കുട്ടി സേഫായിരിക്കില്ല. അതുമാത്രമല്ല, ഇവൾക്കൊരു നല്ലൊരു ജീവിതം കൊടുക്കാൻ എനിക്ക് കഴിയില്ല. അപ്പോൾ എഡ്ഡി പറയുന്നു, എൻ്റെ 10-ാം വയസ്സിൽ എൻ്റെ അമ്മയെ എൻ്റെ അച്ഛൻ കുത്തിക്കൊല്ലുന്നത് കണ്ട് ഞാൻ വളർന്നത്. തുടർന്ന് ഞാൻ എൻ്റെ അച്ഛനെ കല്ലുകൊണ്ടടിച്ച് കൊന്നു എൻ്റെ 10-ാം വയസ്സിൽ. സിനിമയുടെ ആദ്യ രംഗം കാണിക്കുന്ന രംഗമായിരുന്നത്. അപ്പോൾ അതിനുശേഷം എത്രയോ കാലത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷമാണ് ഞാൻ ഈ നിലയിലായതെന്നും എൻ്റെ അടുത്ത് പൈസയുണ്ട് ഇപ്പോൾ, എനിക്ക് നല്ല 2 അച്ഛനമ്മമാരെ കിട്ടി, എന്നെ ദത്തെടുത്തവർ, കൂടാതെ നല്ല ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്, നല്ല ഫാമിലി, എല്ലാമുണ്ട്. പക്ഷേ ഇതെല്ലാം എൻ്റേത് തന്നെയോ എന്നാണ് എനിക്ക് സംശയം. അവൻ അലറി, സങ്കടം കൊണ്ട്. തുടർന്ന് വീണ്ടും അവൻ പറഞ്ഞു, ഈ ഫോട്ടോയിൽ കാണുന്ന 7 പേരും, നമ്മൾ 7 പേരിൽ 6 പേർക്ക് ഈ സംഭവം അറിയാം. എല്ലാവരും എന്നെ ചതിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ 6 പേരെയും വേട്ടയാടിയത്. ഒരാൾ പോലും എന്നോട് ഈ സത്യം പറഞ്ഞില്ല. എല്ലാവരും, നിങ്ങൾ സുഹൃത്തുക്കളെല്ലാവരും എന്നെ ചതിച്ചു. ടോമി വീണ്ടും സാറയുടെ കഴുത്തിൽ കത്തിവെച്ചു. അപ്പോൾ ടോമി യാചിച്ചു, നിങ്ങളൊരു നല്ല മനുഷ്യനാണ്, നിങ്ങളുടെ
ജീവിതം കളയരുത്, സാറയെയും കളയരുത്, ഞാൻ മരിച്ചോളാം, അവളെ വെറുതെ വിടൂ. I grew up without my mother and my father. പക്ഷേ ആകെ ഭ്രാന്തനായി മാറിയിരുന്ന അവൻ അവളുടെ കഴുത്തു മുറിച്ചു. തുടർന്ന് അവിടെ ടോമിയും എഡ്ഡിയും തമ്മിൽ അവസാന അംഗമായി. അവൻ്റെ വയറ്റിന് കുത്തി അവനെ ഒരു മരത്തിന് ചേർത്ത് വെച്ചു. എഡ്ഡി സ്വന്തം സുഹൃത്തിനെ, ചതിച്ച സുഹൃത്തിനെ. അവസാന കരുത്തെല്ലാം എടുത്ത് ടോമി അവനെ പിടിച്ച് ആ മരത്തിൻ്റെ കൂർത്തു നിൽക്കുന്ന കൊമ്പിലേക്ക് അവൻ്റെ തല പിടിച്ചമർത്തി. സാറേയും ബാക്കി 5 ആളെയും കൊന്ന എഡ്ഡിയോട് അവൻ്റെ പക തീർന്നില്ലായിരുന്നു. എല്ലാവരുടെ ജീവിതം ഇവൻ കളഞ്ഞു. ഇവൻ ഒരു സൈക്കോ ആണ് എന്ന് അവന് മനസ്സിലായി. അവൻ്റെ നെഞ്ഞിൽ ആഞ്ഞു കുത്തി അവൻ. എഡ്ഡിയുടെ കഥ അവിടെ തീർന്നു. തുടർന്ന് റോഡിലേക്ക് നടക്കുന്ന ടോമി. വയറ്റിന് കുത്തേറ്റ അവൻ അവശനായിരുന്നു. അവനെ പിന്തുടർന്ന് അവൻ്റെ കുട്ടി, അതായത് സാറയുടെ കുട്ടി, ഓടി വരുന്നു. കുട്ടിക്കൊന്നും അറിയില്ലായിരുന്നു. അവൻ എൻ്റെ അച്ഛൻ എവിടെയെന്ന് ചോദിക്കുന്നു. ശരിയായ അച്ഛൻ ടോമിയാണ്. അവൻ ആകെ അന്താളിച്ചു നിന്നു. അവൻ ഒറ്റ വാക്കു മാത്രം പറഞ്ഞു, നിനക്ക് വീട്ടിലേക്ക് പോകേണ്ട വഴി അതാണ്, ഇതാണ് നീ വന്ന വഴി എന്ന് പറഞ്ഞ് അവൻ ടോമി തിരിഞ്ഞു നടന്നു. പക്ഷേ അനാഥനായ ആ കുട്ടി എന്തോ അവൻ്റെ പിന്നാലെ ഓടുന്നതോടെ ഈ സിനിമയുടെ അവസാനമായി. നിങ്ങളെല്ലാവരും ഈ സിനിമ വിവരണം ഇഷ്ടപ്പെട്ടിനെങ്കിൽ അണ്ടർവേൾഡ് ഐ എന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല സിനിമകളുമായി ഞാൻ വരാം. അതുവരെ ബൈ ബൈ. നല്ല അഭിനയം കൊണ്ടും സുന്ദരമായ ക്യാമറ വർക്ക് കൊണ്ടും നല്ല ഭീതിജനകമായ സംവിധായകൻ്റെ ആ സംവിധാനം കൊണ്ടും ഈ സിനിമ വളരെ വലിയ ഹിറ്റായി മാറി. അയർലൻഡിൽ ഇറങ്ങിയ സിനിമ വേൾഡ് വൈഡ് ഹിറ്റായി മാറിയിരുന്നു. സംവിധായകൻ്റെ രണ്ടാമത്തെ സിനിമയായിരുന്നു ഇയാൻ ആഡംസിൻ്റെ. ആദ്യം ലാഡ്സ് നോട്ട് 2018 സിനിമ ഇറങ്ങി. രണ്ടാമത്തെ മാത്രം സിനിമയായിരുന്നു ഇത്. ഗംഭീര വിജയമായിരുന്നു ഈ സിനിമ. പ്രണയവും സസ്പെൻസും വയലൻസും എല്ലാം നിറഞ്ഞ ഒരു അടിപൊളി സിനിമ.